ദൈവം നമ്മളെ സഹായിച്ചു. അതൊരു ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹം മാത്രം പോരാ. പ്രൈസ് ലോർഡ്. വലിയവനായ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ഇങ്ങനെ നിൽക്കുവാൻ ദൈവം തന്ന വലിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രത്യേകിച്ചും ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഇവിടെ കൂട്ടി വരുത്തിയതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വേഗം നമുക്ക് 1 കൊരിന്ത്യർ 15 അതിൻ്റെ 58 വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 15 അതിൻ്റെ 58 വാക്യം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. ആമേൻ. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വൃദ്ധമല്ല എന്ന് അറിഞ്ഞിരിക്കാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവർ ആകുവീൻ. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ നമുക്കറിയാം, പലയിടത്ത് നമ്മൾ കുലുങ്ങിപ്പോയിട്ടുണ്ടല്ലേ, പലയിടത്ത് നമ്മൾ വേദനിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെ കുലുങ്ങാതെ ജീവിക്കാം എന്ന്. ഈ ഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് പൗലോസ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആകയാൽ എന്ന് പറഞ്ഞാൽ താൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ അത് നമ്മൾ അനുസരിക്കുമെങ്കിൽ, അത് നമ്മൾ ജീവിക്കുമെങ്കിൽ ഇനിയുമുള്ള നമ്മുടെ ജീവിതത്തിൽ കുലുങ്ങാതെ എങ്ങനെ ജീവിക്കാം എന്നാണ് പറയുന്നത്. അതിൽ 15:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു തുടങ്ങുന്നത്, ഈ സുവിശേഷം നിങ്ങൾ കേൾക്കുമെങ്കിൽ, ഈ സുവിശേഷം നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, ഈ സുവിശേഷം നിങ്ങൾ അനുസരിക്കുമെങ്കിൽ നിങ്ങൾ കുലുങ്ങാതെ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാം. അടുത്ത ഭാഗം ഇങ്ങനെ പറയുന്നത്, ഈ സുവിശേഷം കേട്ടവർ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്. അങ്ങനെ 2 ഭാഗങ്ങൾ നമുക്ക് വേഗം നമുക്ക് ചിന്തിക്കാം. ആദ്യമായിട്ട് 1 കൊരിന്ത്യർ 15 അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ൽ സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. ആമേൻ. നിങ്ങൾ നോക്കിയേ, എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതുമായ സുവിശേഷം. ദൈവമക്കളെ, ഈ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നത്, ഈ സുവിശേഷമാണ് എന്നെ നിലനിർത്തുന്നത്. ഞാനും നിങ്ങളും ഇന്നിവിടെ വന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കഴിഞ്ഞൊരു വർഷം നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അനേക വേദനകൾ, പ്രയാസങ്ങൾ കൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. നമ്മൾ കരകയറുമോ എന്ന് നമ്മൾ ചിന്തിച്ച സമയങ്ങളുണ്ട്. പക്ഷേ ഈ തിരുവചനം പറയുകയാണ്, ഈ സുവിശേഷം നമ്മളെ നിലനിർത്തി. ഹല്ലേലൂയ. ഇന്ന് നമ്മളിവിടെ വന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്കെല്ലാം പ്രാപിച്ചത് കൊണ്ടോ, എല്ലാ പ്രാർത്ഥനകൾക്കും നമുക്ക് ഉത്തരം കിട്ടിയത് കൊണ്ടോ അല്ല നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. ഈ വിശുദ്ധനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നതിൻ്റെ കാരണം, ഈ നാഥൻ എന്നെ നിലനിർത്തി. ഹല്ലേലൂയ. ഞാൻ വീണു പോകും എന്ന് വിചാരിച്ചെടുത്ത് ദൈവം എന്നെ നിലനിർത്തി. ഞാൻ കരകയറത്തില്ലെന്ന് വിചാരിച്ചെടുത്ത് ദൈവം എന്നെ കരകയറ്റി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ സ്തുതിക്കുന്നതിൻ്റെ കാരണം ഈ സുവിശേഷം കേട്ടതുകൊണ്ടാണ്. ഹല്ലേലൂയ. തിരുവചനം ഇങ്ങനെ പറയുന്നത്, എന്താണ് ഈ സുവിശേഷം? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാവരും മരിക്കണം. എന്നാൽ യേശു മരിച്ചത് എനിക്കും
നിങ്ങളുടെയും പാപത്തിന് വേണ്ടിയാണ്. എല്ലാ മരണവും നടക്കുമ്പോൾ യേശു മരിച്ചത് എന്നെയും നിങ്ങളെയും ഓർത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ വിശുദ്ധനായ ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ കാരണം എൻ്റെ പാപത്തിന് വേണ്ടി, എൻ്റെ കുറവുകൾക്ക് വേണ്ടി പാപമില്ലാത്ത പുത്രൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവത്തെ സ്തുതിക്കുന്നത്. അടുത്തത് അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവൻ മരിച്ചു എന്ന് മാത്രമല്ല, ഈ ലോകത്ത് നിങ്ങൾ ആരോട് ഇടപെട്ടാലും, എത്ര ഹിസ്റ്റോറിക്കൽ പീപ്പിളിനെ നിങ്ങൾ പരിചയപ്പെട്ടാലും, യേശു മാത്രമേ ഉള്ളൂ 3-ാം നാൾ എഴുന്നേറ്റ് വന്നത്. ഹല്ലേലൂയ. അതെന്ത് കാണിക്കുന്നെന്നറിയാമോ? ഈ ലോകത്ത് എൻ്റെ യേശു ഒരു മനുഷ്യനെ പോലെ ജീവിച്ച് നമ്മളെ കാണിച്ചു എങ്ങനെ ജീവിക്കണം. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ തനിക്ക് അറിയുവാൻ കഴിയും. ഇന്നും ഞാൻ ദൈവസന്നിധിയിൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നാഥൻ അറിയാം നമ്മൾ കടന്നു പോകുന്ന വേദനകൾ എന്താണെന്ന്. പക്ഷെ അവിടം കൊണ്ട് തീരുന്നില്ല, എൻ്റെ നാഥൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അതെന്തിനെ കാണിക്കുന്നതെന്നറിയാമോ? ഇന്ന് ഞാൻ ദുഃഖത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഇന്ന് ഞാൻ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ, എൻ്റെ നാഥൻ എൻ്റെ അരികിലുണ്ട്. ഹല്ലേലൂയ. എൻ്റെ വേദനകളിൽ എന്നെ കൈവിടുന്നൊരു ദൈവമല്ല, എൻ്റെ വേദനകൾ അങ്ങ് ദൂരെ ഇരിക്കുന്നൊരു ദൈവമല്ല, എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു നല്ല നാഥൻ. ഹല്ലേലൂയ. അതാണ് സുവിശേഷം. ഇതേ സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് പറയുവാണ്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. അതെന്തിനെ കാണിക്കുന്നതെന്ന് അറിയാമോ? എന്നിൽ ഈ ഉയർപ്പിൻ്റെ ശക്തി നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തകർന്നു പോകാത്തെ, അതുകൊണ്ടാണ് ഞാൻ വീണു പോകാത്തെ. ദൈവമക്കളെ, നമ്മൾ ഈ സുവിശേഷം കേട്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാമോ? ഈ പാപത്തിന് വേണ്ടി എൻ്റെ നാഥൻ മരിച്ചപ്പോൾ ഈ പിതാവിനോട് അടുത്തോട്ട് വരുവാൻ, എൻ്റെ നാഥനോട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ എന്നെയും നിങ്ങളെയും ദൈവം യോഗ്യനാക്കി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. നമ്മൾ ഈ വേർപെട്ടവരെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമുക്കെല്ലാം ലഭിച്ചത് കൊണ്ടല്ല, ഈ നാഥൻ്റെ അടുത്ത് നിന്ന് ചിലത് പ്രാപിക്കുവാനും ഈ നാഥൻ്റെ കൂടെ നടക്കുവാൻ ദൈവം നമുക്കൊരു സൗഭാഗ്യം തന്നു. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. അടുത്ത 20 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 15, 20 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തനും താന്താൻ്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം അന്ന് അവന് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ആമേൻ, ആമേൻ. അടുത്തത്, ഞാനും നിങ്ങളും ഈ സുവിശേഷം കേട്ടുവെങ്കിൽ, സുവിശേഷം ലഭിച്ച ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നത്, ആദാം മുഖാന്തരം പാപം വന്നു, അതുകൊണ്ട് തന്നെ എല്ലാവരും പാപികളായി. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവരൊക്കെയും ഉയർത്തെഴുന്നേൽക്കും. അത് നമ്മളെ കാണിക്കുന്ന എന്താണെന്നറിയാമോ? ഈ ഭൂമിയിലെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നമുക്ക് മറ്റൊരു ജീവിതം മറു സൈഡിലുണ്ട്. ഈ പ്രത്യാശ നമുക്ക് മാത്രമേ ഉള്ളൂ ദൈവമക്കളെ. ഈ തിരിച്ചറിവ് നമ്മുടെ അകത്ത് വരുമ്പോൾ ഇത് നമ്മളെ പഠിപ്പിക്കുന്ന എന്താണെന്നറിയാമോ? ഇനിയും ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതം വളരെ ശ്രദ്ധയോടെ ഞാൻ ജീവിക്കണം. ലോകത്തിലുള്ളവർ പറയുന്നത് ഈ ജീവിതം ഇവിടം കൊണ്ട് തീരും. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നത് ഇവിടം കൊണ്ട് നമ്മുടെ ജീവിതം തീരുകയല്ല, തുടങ്ങുകയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിശ്വാസ വീരന്മാർ ജീവിക്കുന്നത്. ഞാനും നിങ്ങളും ഈ സുവിശേഷം കേട്ടുവെങ്കിൽ
എൻ്റെയും നിങ്ങളുടെയും ജീവിതം ലോകക്കാരുമായി വ്യത്യാസപ്പെടുന്നതിൻ്റെ കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്. ഈ നാഥൻ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന എന്തിനാണെന്നറിയാമോ? നിത്യതയിൽ അവനോട് ചേർന്ന് വാഴേണ്ടതിനു വേണ്ടി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ജീവിക്കണം. നമ്മളെ ഈ തിരുവചനം പഠിപ്പിക്കുന്നത് ഇവിടം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുകയല്ല, ഇനിയും ഒരു ജീവിതം നമ്മുടെ മുന്നിലുണ്ട്. അതിനായിട്ട് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഡാനിയേൽ 12 അതിൻ്റെ 2-3 വാക്യങ്ങൾ. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. രണ്ടാമത്തെ വാക്യം നമുക്കൊന്നുകൂടെ ഒന്ന് വായിക്കാം. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ. ദൈവമക്കളെ, തിരുവചനം പറയുവാണ്, ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ അതൊരു നിദ്രയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണരും. എല്ലാവരും മരിക്കും, അതുപോലെ തന്നെ എല്ലാവരും ഉണരും. പക്ഷെ ഉണരുമ്പോൾ ചിലർ നിത്യജീവനായും ചിലർ നിത്യനിന്ദയ്ക്കായും ഉണരും. എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, ഈ ജീവിതം ഞാൻ ഇവിടെ എങ്ങനെ ജീവിക്കുന്നോ അതുപോലായിരിക്കും എൻ്റെ റിസൾട്ട്. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഈ ദൈവസന്നിധിയിൽ ദൈവവചനം കേൾക്കുന്നത് കൊണ്ട് ഞാനും നിങ്ങളും എല്ലാവരും നിത്യജീവനായി ഉണരുമെന്ന് തിരുവചനം പറയുന്നില്ല. ഇന്ന് ഈ സുവിശേഷം ഇവിടെ പറയുന്നതിൻ്റെ കാരണം നിങ്ങളെല്ലാവരും ഉണരുമ്പോൾ നിത്യജീവനായി ഉണരണം എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷെ ആ ആഗ്രഹം നടക്കണമെങ്കിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ശ്രദ്ധയോടെ നമ്മൾ ജീവിച്ചേ മതിയാവത്തുള്ളൂ. ഈ ലോകത്തിനു വേണ്ടിയല്ല ജീവിക്കേണ്ടത്, വരാനിരിക്കുന്ന ലോകത്തിനു വേണ്ടി അതിനെ ദൃഷ്ടി വെച്ചുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും ജീവിക്കണം. അതുകൊണ്ടാണ് അടുത്ത വാക്യം, 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ശ്രദ്ധിക്കുന്നോ? എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നേക്കും പ്രകാശിക്കും. അവിടെ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ദൈവം നോക്കി ജ്ഞാനി എന്ന് പറയണമെങ്കിൽ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കണം നമ്മൾ. ഈ ദൈവത്തെ അറിയുക മാത്രമല്ല, ആ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കണം. ആ വെളിച്ചത്തിൽ നമ്മൾ നടന്നില്ല എങ്കിൽ എല്ലാവരും കണ്ണടയുന്ന ആ സമയത്ത് നമ്മൾ ഉണരുന്നത് ഒരു നിത്യ അനുഗ്രഹത്തിനു വേണ്ടി ആകാതായി പോകും. ഇന്ന് നമ്മളോട് ഈ തിരുവചനം, ഈ വർഷത്തിൻ്റെ അവസാനം പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മുടെ ഇനിയുമുള്ള ജീവിതമെങ്കിലും നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ വേണ്ടിയാണ്. അടുത്ത എക്ലേസ്യൻസ് 3 അതിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സഭാപ്രസംഗി 3 അതിൻ്റെ 11-ാമത്തെ വാക്യം. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോട് അന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ശ്രദ്ധിക്കുന്നോ? മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവം നിത്യത വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ദൈവത്തെ അന്വേഷിക്കും. നമ്മൾ ഈ ലോകത്ത് നടക്കുമ്പോൾ ചിലർ പറയും, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് നമ്മൾ കേൾക്കും. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ അവർ പോലും അറിയാതെ അവർ ദൈവത്തെ വിളിക്കും. അവരുടെ അകത്ത് ഈ നിത്യത കിടപ്പുണ്ട്. പക്ഷേ അവരത് ഗ്രഹിക്കുവാൻ പലപ്പോഴും അവർക്ക് കഴിയുന്നില്ല. ദൈവത്തിലെ ഞാനും നിങ്ങളും ഇന്ന് ഈ ആലയത്തിലിരിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കുവാൻ ഒന്നുണ്ട്. ഈ നാഥനെ കണ്ടുമുട്ടുവാൻ, തിരിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. അതൊരു ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹം മാത്രം പോരാ, അറിഞ്ഞ വിശ്വാസത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അടുത്തൊരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസ് 12 അതിൻ്റെ 16-ാമത്തെ വാക്യം. ഒരു ഉപമയും അവരോട് പറഞ്ഞത്,
ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യണ്ടു, എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇതു ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്ക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെ ആകുന്നു. ആമേൻ. നമ്മളിവിടെ വായിക്കുന്നത് ഒരു ധനവാന്റെ ഉപമയാണ്. നമ്മളിത് വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് ഈ ധനവാൻ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. മാത്രമല്ല, ഞാൻ രാവിലെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നമ്മുടെ ഇന്നത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് പ്ലാനൊക്കെ ഏറ്റവും നല്ലപോലെ പ്ലാൻ ചെയ്ത ഒരു മനുഷ്യൻ. ഇന്ന് എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എത്രയും വേഗം ജോലി കിട്ടുക, ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുക, എന്നിട്ട് എത്രയും ശമ്പളം എനിക്ക് ബാങ്കിൽ സേവ് ചെയ്യാമോ അത്രയും സേവ് ചെയ്ത് പെട്ടെന്ന് റിട്ടയർ ചെയ്യുക. ഈ മനുഷ്യനും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. നമുക്ക് പലപ്പോഴും പല ഐഡിയാസും ഇന്ന് നമുക്ക് ഫേസ്ബുക്ക് വഴിയും ട്വിറ്റർ വഴിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് അവർ പറയും ഇതൊക്കെ ജ്ഞാനികളുടെ ചിന്തകളാണെന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ വചനം വായിച്ചേ, ഈ ധനവാൻ, ഹി വാസ് എ വെരി സക്സസ്ഫുൾ പേഴ്സൺ. നല്ലൊരു ബിസിനസ് ഉണ്ട്, തനിക്കെല്ലാം ഉണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ആൻ ഓവർഫ്ലോയിങ് അബൻഡൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ 100 ഇരട്ടി ലാഭം തനിക്ക് കിട്ടുന്നുണ്ട്. താൻ പ്രതീക്ഷിച്ചതിനേക്കാളും താൻ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ കണ്ണിൽ ഹി ഈസ് സക്സസ്ഫുൾ ഇൻ എവറി ഏരിയാസ് ഓഫ് ഹിസ് ലൈഫ്. പക്ഷേ വലിയവനായ ദൈവം ഈ മനുഷ്യനെ നോക്കിയിട്ട് പറയുവാണ്, മൂഢ, യു ഫൂൾ. ദൈവമക്കളെ, നിത്യതയെ ലക്ഷ്യം വെക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ ഈ ക്രിസ്തീയ യാത്രയിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, പിതാവേ, ഞാൻ ചെയ്യുന്നതിൽ അങ്ങെന്താണ് കാണുന്നത്? നമ്മുടെ തുടക്കത്തിലും നമ്മുടെ നടുവശത്തിലുള്ള നടപ്പിലും ഒക്കെ നമ്മൾ ദൈവത്തോട് ഇത് ചോദിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നോക്കിക്കേ, അവർക്കൊരു ഫൈനൽ പരീക്ഷയ്ക്ക് മുന്നേ അവർക്കൊരു ഫസ്റ്റ് സെമസ്റ്റർ ഉണ്ട്, ഒരു സെക്കൻഡ് സെമസ്റ്റർ ഉണ്ട്, ഒരു തേർഡ് സെമസ്റ്റർ ഉണ്ട്. ഇതൊന്നും കൂടാതെ അവർക്ക് വേറെ ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്. എന്തിനാണെന്നറിയാമോ? ഇവർ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മാർക്ക് കിട്ടാനുള്ളത് പഠിക്കുന്നുണ്ടോ എന്ന് അവർക്കും കൂടെ അറിയാൻ വേണ്ടിയാ. ഈ പരീക്ഷ ഒന്നും ഇട്ടില്ലെങ്കിൽ ഇവർക്ക് തോന്നുന്ന പോലെ അവർ പഠിക്കും. അവസാനത്തെ ഫൈനൽ ടെസ്റ്റിൽ മാർക്കൊന്നും കാണത്തില്ല. കാരണം അവർ വിചാരിച്ചതല്ല വന്നത്. നമ്മുടെ ക്രിസ്തീയ യാത്രയ്ക്കകത്തും നമുക്ക് തോന്നുന്നത്, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നത് ആകരുത് നമ്മുടെ ബാഡ്ജ്. ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഹി വാസ് എ വെരി സക്സസ്ഫുൾ പേഴ്സൺ. പക്ഷേ ദൈവം തന്നെ കുറിച്ച് നോക്കി പറഞ്ഞു, യു ആർ എ ഫൂൾ. ഇന്നും നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈലാണിത്. ഞാൻ നിങ്ങളോട് കൈ ഉയർത്താൻ പറഞ്ഞാൽ ഒരാൾ പോലും ഉയർത്തത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഹൃദയത്തിൻ്റെ അകത്ത് നമ്മുടെ ഒക്കെ ഒരു പ്രാർത്ഥനയാണ്, ദൈവം എത്രയും വേഗം അങ്ങനെയൊക്കെ എത്താൻ പറ്റിയാൽ നല്ലത്. പക്ഷേ ദൈവത്തിന് ധനവാനോടല്ല ദേഷ്യം. പലപ്പോഴും പലരും ചിന്തിക്കുന്നത് ചർച്ച് ഇസ് അഗൈൻസ്റ്റ് ദി റിച്ചസ്. നോ, അവിടെ തന്നെ എഴുതിയിരിക്കുവാണ്, ദൈവം തനിക്ക് കൊടുത്തതൊക്കെ താൻ ഇവിടെ ആസ്വദിക്കാൻ വേണ്ടിയാണ് സ്വരൂപിച്ചത്. ദൈവവിഷയത്തിനോ ദൈവരാജ്യത്തെയോ നിത്യതയോ അല്ല താൻ ലക്ഷ്യം വെച്ചത്. മറ്റൊരർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ, നമ്മൾ ജോലി ചെയ്യുമ്പോൾ, അവിടെ ഒക്കെയും നിത്യതയെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കുവാൻ. ഈ സുവിശേഷം അറിഞ്ഞ ഞാനും നിങ്ങളും അങ്ങനൊരു നിത്യതയുടെ ലക്ഷ്യമില്ലെങ്കിൽ നമ്മൾ കേട്ട സുവിശേഷമല്ല. സുവിശേഷത്തിന്റെ പ്രത്യേകത
ഈ നാഥൻ ഉയർത്തെഴുന്നേറ്റു എന്നത് പൗലോസ് പറയുമ്പോൾ പൗലോസ് നമ്മളെ കാണിക്കുന്ന ഒന്നുണ്ട്. ഈ ഭൂമിയിലെ അനുഗ്രഹമല്ല, നമ്മുടെ ചിന്തകൾ സ്വർഗീയമാണ്. അത് നിത്യതയോട് നമ്മളെ അടുപ്പിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം: പിതാവേ, എനിക്ക് നീ തന്ന കുടുംബം, നീ എനിക്ക് തന്ന ആരോഗ്യം, ബലം, എല്ലാത്തിനുമായി സ്തോത്രം. അപ്പാ, നിത്യതയ്ക്കായി എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ എൻ്റെ മേലൊരു കൃപ പകർന്നു തരണം. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയല്ല, എൻ്റെ കുഞ്ഞുങ്ങളുടെ നിത്യത. എൻ്റെ കുടുംബത്തിൻ്റെ ഭാവിയല്ല, എൻ്റെ കുടുംബത്തിൻ്റെ നിത്യത. പിതാവേ, ഇതാകട്ടെ നമ്മുടെ പ്രാർത്ഥന. നമ്മൾ മത്തായി 7:24 വായിക്കുമ്പോൾ, വാക്യങ്ങൾ എടുക്കണ്ട, അവിടെ നമ്മൾ പിന്നെയും കാണുന്നു 2 തരത്തിലുള്ള പണിയുണ്ട്. ജ്ഞാനിയായ മനുഷ്യൻ പാറമേൽ പണിയുന്നു, എന്നാൽ മൂഢനായ മനുഷ്യൻ മണൽമേൽ പണിയുന്നു. എന്താണ് ഈ ജ്ഞാനമുള്ള മനുഷ്യൻ പാറമേൽ പണിയുക എന്ന് പരിശുദ്ധാത്മാവ് തന്നെ അവിടെ എഴുതിയിരിക്കുകയാണ്. ഈ ദൈവവചനം ധ്യാനിച്ച് ഈ വചനപ്രകാരം ജീവിക്കുന്ന മനുഷ്യൻ ജ്ഞാനിയായ മനുഷ്യൻ. മറ്റൊരർത്ഥത്തിൽ ഈ ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് പ്രസംഗിക്കാനല്ല, ദൈവവചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൂട്ടുവാൻ വേണ്ടിയല്ല, തൻ്റെ ക്രിസ്തീയ ജീവിതം ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ്. എല്ലാ ദിവസവും അവൻ ജീവിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥന ഇതാണ്: പിതാവേ, അങ്ങ് എന്നോട് സംസാരിക്കണം. എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ, എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ, ഞാൻ കോളേജിൽ പോകുമ്പോൾ, ഞാൻ മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ, അപ്പം അങ്ങ് ഇടപെടുന്നത് പോലെ ഇടപെടുവാൻ എൻ്റെ മേലൊരു കൃപ പകർന്നു തരണം. ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നിത്യതയ്ക്കു വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മൾ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ വാഗ്ദത്തങ്ങൾ നേടിയെടുക്കുന്നത് നമ്മുടെ ഇവിടെയുള്ള ചില അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അങ്ങനെ ആയിപ്പോയാൽ നമ്മൾ കേട്ട സുവിശേഷം നഷ്ടപ്പെട്ടു. കാരണം എൻ്റെ ലക്ഷ്യം, നിങ്ങളുടെ ലക്ഷ്യം നിത്യതയായിരിക്കണം. ദൈവം ഇവിടെ തരുന്നതൊക്കെ നിത്യതയ്ക്കു വേണ്ടി ഒരുക്കുന്നതായിരിക്കണം. അങ്ങനെ നമ്മൾ ചെയ്താൽ ജ്ഞാനിയായ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ പറയാൻ: താൻ പാറമേൽ പണിതു. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ? ഈ ദൈവവചനം എടുത്ത് വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല പണിയുന്നത്, വലിയവനായ ദൈവം നിങ്ങളുടെ കൂടെ പണിയിൽ ഇറങ്ങി വരും. നിങ്ങളുടെ കുടുംബ വിഷയത്തിൽ, നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേൽ നിങ്ങൾ അല്ല പ്രവർത്തിക്കുന്ന, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. പക്ഷേ പ്രശ്നമുണ്ടായതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ഒറ്റയ്ക്ക് പണിയുവാൻ തീരുമാനിച്ചതാണ്. ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചിട്ട് പറയാമോ: പിതാവേ, അങ്ങ് ഈ പണിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ദൈവമേ, ഈ പണി എൻ്റെ അനുഗ്രഹത്തിനല്ല, നിത്യതയ്ക്കു വേണ്ടി. അപ്പം പണിയുവാൻ എൻ്റെ മേൽ ഒരു കൃപ പകർന്നു തരണം. മൂന്നാമത്, മത്തായി 25 അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു മറ്റൊരു ഉപമ പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമ. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോട് കൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളം വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീനെന്ന് ആർപ്പ് വിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ. നിങ്ങൾ നോക്കിക്കേ, നമുക്കറിയാവുന്ന ഒരു ഭാഗമാണിത്. 2-ാമത്തെ കാര്യം, ഇവിടെ നമ്മൾ കാണുന്നത് ബുദ്ധിയില്ലാത്ത കന്യകമാർക്ക് വിളക്കിൽ എണ്ണയില്ലായിരുന്നു. അതെന്തിനെ കാണിക്കുന്നതെന്നറിയാമോ? ഞാനും നിങ്ങളും നിത്യതയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ
നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരായിരിക്കണം. നമ്മളെ നിത്യതയിലോട്ട് എത്തിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. നമ്മൾ ഈ ദൈവവചനം പഠിക്കുമ്പോൾ, ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ, ഈ വചനം നമ്മളെ വഴി കാണിക്കുമെങ്കിലും പരിശുദ്ധാത്മാവാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പേരോടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൻ്റെ 24 മണിക്കൂറും പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് എപ്പോഴും അത് സാധ്യമല്ല. പക്ഷെ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു, എത്രത്തോളം ഇതെൻ്റെ ജീവിതത്തിൽ ആവശ്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു, അത്രത്തോളം ആത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടും. ഇന്ന് ഞാൻ ഈ വചനം പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ പേരോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ പിതാവേ, നിത്യതയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കുക മാത്രമല്ല, എന്നെ പണിയുക മാത്രമല്ല, ദൈവമേ, ആ നിത്യത കാണിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു വാക്യം കൂടെ നമുക്ക് വായിച്ചിട്ട് ഞാൻ ആ ഭാഗത്ത് നിന്ന് വേഗം മാറാം. സദൃശ്യവാക്യം 4 അതിൻ്റെ 18ഉം 19ഉം വാക്യം. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികം അധികം ശോഭിച്ചു വരുന്നു. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു, ഏതിങ്കൽ തട്ടി വീഴുമെന്ന് അവർ അറിയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ എഴുതിയിരിക്കുന്നത് നീതിമാൻ ഒരു വഴിയുണ്ട്, ദുഷ്ടനും ഒരു വഴിയുണ്ട്. ഈ 2 വഴികളുടെയും പ്രത്യേകത, ദുഷ്ടന്റെ വഴി അത് ഇരുട്ടിലോട്ടാണ് നയിക്കുന്നത്, നീതിമാന്റെ വഴി അത് വെളിച്ചത്തിലോട്ട് നമ്മളെ അടുപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, നീതിമാന്റെ വഴിയിലാണ് ഞാനും നിങ്ങളും നടക്കുന്നതെങ്കിൽ നമ്മൾ നിത്യതയോടടുക്കുകയാണ്. നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ വെളിച്ചം നമ്മളിൽ വെളിപ്പെടും. എന്നാൽ നമ്മുടെ വഴി ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ നമ്മൾ ഇരുട്ടിൻ്റെ അവസ്ഥ, എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടുള്ള നമ്മുടെ സ്നേഹം കുറയും, ദൈവിക ചിന്തകൾ കുറയും, നിത്യതയെക്കുറിച്ചുള്ള ചിന്തകൾ കുറയും. ഇന്ന് നമ്മൾ ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഏതാണ്? നിങ്ങൾ നിങ്ങളുടെ വഴികളെ ഒന്ന് ശോധന ചെയ്യണം. നമ്മൾ തുടക്കത്തിൽ വായിച്ച ആ പാരബിൾ പോലെ ഞാനും നിങ്ങളും സക്സസ്ഫുൾ ആയതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ അനുഗ്രഹത്തിലായിരിക്കുന്നുവോ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് എത്രത്തോളം നിങ്ങൾ ദൈവ സാന്നിധ്യത്തോട് അടുത്തിരിക്കുന്നു എന്നതാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇന്ന് ദൈവം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം തന്നു കാണും, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി തന്നു കാണും. പക്ഷേ ആ ജോലിയിൽ ചെല്ലുമ്പോൾ മറ്റെന്തിനേക്കാളും നിങ്ങളുടെ ഹൃദയം കവിഞ്ഞൊഴുകുന്നത്, ദൈവമേ, നീ എനിക്ക് ഈ തന്ന അനുഗ്രഹത്തിനായി സ്തോത്രം എന്ന് പറയുന്നതാണെങ്കിൽ ഈ ദൈവ സാന്നിധ്യത്തോട് നിങ്ങൾ അടുത്ത് നിൽക്കുകയാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറമായി നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അധ്വാനിച്ചിട്ട് ഇത് എൻ്റേതാണെന്നാണ് നിങ്ങൾ തോന്നുന്നതെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവം തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മളെ ദൈവത്തോട് അടുപ്പിക്കണം. നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാത്തതൊന്നും അത് നമുക്ക് അനുഗ്രഹമല്ല. ഈ ബോധ്യം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ ജീവിതം ഇവിടം കൊണ്ട് തീരുകയല്ല, മറിച്ച് നമുക്ക് മറ്റു ഒരു സൈഡിൽ ഒരു ജീവിതമുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ ശ്രദ്ധയോടെ ജീവിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ 1 കൊരിന്ത്യർ 15 നമ്മൾ രണ്ടാമത് വായിച്ചത്, യേശുവിന് സർവ്വതും കീഴടങ്ങിയിരിക്കും. ദൈവത്തിൻ്റെ 2ാം വരവിൽ യേശുവിൽ സർവശക്തിയും വ്യാപരിക്കും. ഇതെന്തിനെ കാണിക്കുന്നതെന്ന് അറിയാമോ? എൻ്റെ ഈ ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനാൽ നയിക്കപ്പെടേണ്ടതായിരിക്കണം. മറ്റൊരർത്ഥത്തിൽ എൻ്റെ നാഥൻ എന്താണോ പ്രസാദം, അതായിരിക്കണം ഞാൻ ഇവിടെ ചെയ്യേണ്ടത്, അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അതിനായിട്ട് 1 കൊരിന്ത്യർ 9 അതിൻ്റെ 24 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുദു പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിനു തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നതുപോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ
കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ എനിക്ക് യേശുവിനെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ പറയും, ഞാൻ യേശുവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം എന്നിൽ ഉണ്ടെന്നാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത്. പക്ഷെ ഈ തിരുവചനം പറയുവാണ്, നമുക്ക് യേശുവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അവിടെ പൗലോസ് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, 26-ാമത്തെ വാക്യം. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് എ പർപ്പസ്. താൻ എന്തിനു ഓടുന്നു, താൻ എന്താ ചെയ്യുന്നതെന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ട്. മക്കളെ, ഈ യേശുവിനെ അനുഗമിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ടോ? നിങ്ങൾ എന്താ ചെയ്യുന്നത്, എന്തിനാ ചെയ്യുന്നതെന്ന് നിങ്ങളകത്തൊരു ബോധ്യമുണ്ടോ? നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, പിതാവേ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി എന്താണ്? അങ്ങ് എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ ഇത് ചോദിച്ചറിയാതെ നമുക്കൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ ഹൃദയം അറിയാതെ പലപ്പോഴും എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് കാര്യങ്ങൾ ചോദിക്കുകയും ദൈവം അതിന് ഉത്തരം അരുളുമ്പോൾ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ദൈവം എന്നിൽ പ്രസാദിക്കുന്നുവെന്നാണ്. പക്ഷെ ഇവിടെ പറയുവാണ്, ഞാൻ ഓടുന്ന ഓട്ടത്തെക്കുറിച്ച് എനിക്ക് വളരെ നിശ്ചയമുണ്ട്. ഇന്ന് ഈ തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ, പിതാവേ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ നിശ്ചയം എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. എന്താണ് അങ്ങ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്കിതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമുക്ക് എബ്രായ ലേഖനം 12 അതിൻ്റെ 16ഉം 17ഉം ഒന്ന് വായിക്കാമോ? എബ്രായ ലേഖനം 12 അതിൻ്റെ 16ഉം 17ഉം വാക്യം. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ആമേൻ. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവ്. നമ്മളിവിടെ ഈ വായിക്കുമ്പോൾ ഏശാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അഭക്തനായ ഒരു മനുഷ്യൻ, ആൻ ഇമ്മോറൽ പേഴ്സൺ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യവും അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, തനിക്ക് ദൈവം ഒരു അവകാശം കൊടുത്തു. ആ അവകാശത്തിൻ്റെ വില താൻ അന്വേഷിച്ചില്ല. ആ അവകാശം എന്തിനാണ് ദൈവം കൊടുത്തതെന്ന് താൻ അന്വേഷിച്ചില്ല. പക്ഷെ തനിക്ക് വിശന്ന ഒരു സമയത്ത് അത് വിറ്റ് കളയണമെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഈശാവ് അത് വിറ്റ് കളഞ്ഞു. ഇതെന്തിനെ കാണിക്കുന്നതെന്ന് അറിയാമോ? ചിലപ്പോഴൊക്കെ നമ്മളിവിടെ സഭായോഗത്തിന് വന്ന് നമ്മൾ ദൈവവചനം കേൾക്കും, വിശുദ്ധിയെക്കുറിച്ച് കേൾക്കും, എല്ലാം കേൾക്കും. പക്ഷേ നമ്മുടെ ജീവിത അനുഭവമായി വരുമ്പോൾ, അത് ജോലിയാകട്ടെ, കുടുംബമാകട്ടെ, ഏതു വിഷയത്തിലും ദൈവം പറയുന്നത് ഇങ്ങനാണെന്ന് നമുക്കറിയാമെങ്കിലും നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ വിറ്റുകളയുകയാണ്. നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് ചിലത് നേടുവാൻ വേണ്ടി ചിലവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, ഇവർക്കിങ്ങനെ വന്ന് പ്രസംഗിച്ചിട്ട് പോയാൽ മതി, ജീവിക്കുന്നത് ഞങ്ങളല്ലേ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയല്ല, പ്രസംഗിക്കുന്നത് എന്തിനാപ്പം? നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി, ഇല്ലേ? പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വചനം അത് ജീവിതത്തിലോട്ട് പ്രാവർത്തികമാകണം. എൻ്റെ നാഥൻ നമ്മളോട് വിശുദ്ധിയോട് നടക്കാൻ പറയുമ്പോൾ ആ വിശുദ്ധി ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ, എനിക്കൊരു ജോലി നഷ്ടപ്പെട്ടാൽ, ഞാൻ പട്ടിണി കിടക്കേണ്ടി വന്നാൽ എനിക്ക് ബോധ്യമുണ്ടായിരിക്കണം, ഇത് ഞാൻ സുവിശേഷത്തിനു വേണ്ടി എൻ്റെ നാഥനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി എന്നുള്ള ബോധ്യം എൻ്റെ അകത്തുണ്ടായിരിക്കണം. ഈശാവിന് അങ്ങനൊരു ബോധ്യമില്ലായിരുന്നു. ഈശാവിനോട് ചോദിച്ചാൽ ഈശാവ് പറയും, എന്തോ അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്, പെന്തിക്കോസ് ആരാന്നാ പറയുന്നത്. ചിലർ പറഞ്ഞ് കേട്ടിട്ടില്ലേ, എന്തിനായി വേഷം ഇടുന്നതെന്ന് അറിയത്തില്ല, എല്ലാ ബന്ധികോസുകാർക്കും ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കളയും. എന്താണെന്നറിയാമോ? ആത്മീയതയെക്കുറിച്ച് നമുക്കൊരു ബോധ്യമില്ല. എന്തിനാ നമ്മളിങ്ങനെ ജീവിക്കുന്നത്? എന്തിനാണ് ഇങ്ങനൊരു വേർപാട് നമ്മുടെ ജീവിതത്തിൽ? ഏശാവിന് അങ്ങനെ ഒരു ബോധ്യമില്ലായിരുന്നു.
പക്ഷെ നിങ്ങൾക്കറിയാമോ, പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, ഐ പ്രസ് ടുവേർഡ് ദ ഹൈ കോളിംഗ് ഓഫ് ഗോഡ്. എൻ്റെ മേൽ വെച്ചിരിക്കുന്ന വിളിക്കായി ഞാൻ എന്നെ തന്നെ ഊന്നൽ കൊടുത്തു ജീവിക്കുന്നു. താൻ എന്തിനാ അങ്ങനെ സ്ട്രൈവ് ചെയ്തതെന്ന് 1 കൊരിന്ത്യർ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, ഞങ്ങൾ കഷ്ടതയിൽ കൂടെ പോകുന്നു, ഭക്ഷണമില്ലാതിരിക്കുന്നു, ഞങ്ങൾ ദാഹിക്കുന്നു, ഞങ്ങൾ ഈ ലോകത്ത് ഒന്നുമില്ലാതെ ഇരിക്കുന്നു, എങ്കിലും ആ വലിയ വിളിക്കായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പൗലോസ് എങ്ങനെയാണ് ഇത് പറഞ്ഞത്? കാരണം തനിക്കറിയാമായിരുന്നു ദൈവത്തിന് തന്നെ കുറിച്ചുള്ള ഹിതം എന്ത് എന്ന് താൻ അറിഞ്ഞു. ദൈവവൈതലേ, ഈ തിരിച്ചറിവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നാൽ ഏത് കഷ്ടതയും ഏത് പ്രയാസത്തെയും നമുക്ക് ജയിക്കുവാൻ കഴിയും. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചിലയിടത്ത് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവം എന്നെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം, പിതാവേ, എനിക്ക് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം തിരിച്ചറിയുവാൻ എൻ്റെ മേലൊരു കൃപ പകരണം. ആ കൃപ നമ്മുടെ മേൽ പകർന്നാൽ ഏത് കഷ്ടതയും ഏത് പ്രയാസത്തെയും ജയിക്കുവാനുള്ളൊരു ദൈവിക കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. ഹല്ലേലൂയ. രണ്ടാമത് പൗലോസ് പറയുന്നത്, ഐ ഹാവ് ഡിസിപ്ലിൻഡ് മൈ ബോഡി. എൻ്റെ ശരീരത്തെ ഞാൻ സബ്ജക്റ്റ് ചെയ്തിരിക്കുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രത്യേകത, അവനൊരു ഡിസിപ്ലിനുള്ള മനുഷ്യനായിരിക്കും. എന്തിനാണ് ഈ ഡിസിപ്ലിൻ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ ഓരോ പേരും വ്യത്യസ്ത സ്പോർട്സ് കാണുന്നവരായിരിക്കും. ചിലപ്പോൾ ഓട്ടമായിരിക്കാം, ക്രിക്കറ്റ് ആയിരിക്കാം, ബാഡ്മിൻ്റൺ ആയിരിക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ അത്ലറ്റ്സ് എല്ലാം അവർ ഒരുപാട് ട്രെയിനിങ്ങിൽ കൂടെ കടന്നു പോയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. എല്ലാ ദിവസവും അവർക്ക് കളിയില്ല, പക്ഷെ എല്ലാ ദിവസവും അവർക്ക് പ്രാക്ടീസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഞാനും നിങ്ങളും നമുക്കൊരു ഡിസിപ്ലിൻ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്തിന്? ദൈവം ആഗ്രഹിക്കുന്ന ഫലം ഞാൻ പുറപ്പെടേണ്ടതിനു വേണ്ടി. ഇന്ന് പലപ്പോഴും പലർക്കും ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവാൻ പറ്റാത്തതിൻ്റെ കാരണം അവർക്കൊരു ഡിസിപ്ലിൻ അവരുടെ ജീവിതത്തിലില്ല. പൗലോസ് ഇതേ വാക്യത്തിൽ പറയാണ്, ഐ ഹാവ് എ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. താൻ മറ്റൊന്നിലും സ്ട്രിക്റ്റ് അല്ലെങ്കിലും തൻ്റെ ഡിസിപ്ലിൻസിൽ താൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. കഴിഞ്ഞ വർഷം ഇല്ലെങ്കിൽ ഈ വർഷം ഒരുപക്ഷെ ദൈവം ആഗ്രഹിച്ച ഫലം നമുക്ക് പുറപ്പെടുവാൻ പറ്റി കാണത്തില്ല. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാമോ? ദൈവത്തോട് പറയാമോ, പിതാവേ, ഇനിയുമുള്ള ദിവസങ്ങൾ ഐ വിൽ ബി സ്ട്രിക്റ്റ് വിത്ത് മൈ ലൈഫ്. രണ്ടാമത് എന്തിനാ ഡിസിപ്ലിൻ അറിയാമോ? ഞാൻ ജീവിക്കുന്നത് ഈ ബലഹീനമായ ശരീരത്തിലാണ്. ഈ ശരീരത്തിൽ ആഗ്രഹങ്ങളുണ്ട്, ഈ ശരീരത്തിൽ പാഷൻസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിനെ സബ്ജക്റ്റ് ചെയ്യുവാൻ വേണ്ടി പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ഇത്രയും പേരോട് സുവിശേഷം പറഞ്ഞിട്ട് ഈ ശരീരത്തെ ഞാൻ കീഴടക്കിയില്ല എങ്കിൽ ഐ വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. നമ്മളിത് പലപ്പോഴും കേൾക്കുന്നില്ല. പൗലോസിന് പറയാനുണ്ട്, ഞാൻ സഭകളെ സ്ഥാപിച്ചു, ഞാൻ സുവിശേഷം പറഞ്ഞു, ഞാൻ കത്തുകൾ എഴുതി. പക്ഷെ പൗലോസ് തൻ്റെ ക്രിസ്തീയ ജീവിതം വിറയലോടാ ജീവിക്കുന്നത്. താൻ പറയണം, ഐ ഹാവ് എ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ബിക്കോസ് ഐ നോ ഇഫ് ഐ ഡോണ്ട് വാക്ക് ദ വേ ഗോഡ് വാണ്ട്സ് മീ ടു വാക്ക് ഐ വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. ഹല്ലേലൂയ. മക്കളെ, ഞാൻ എത്ര പ്രസംഗിച്ചാലും ഞാൻ എത്ര പുസ്തകങ്ങൾ എഴുതിയാലും എൻ്റെ നാഥൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഞാൻ ജീവിച്ചില്ലെങ്കിൽ ഞാൻ പട്ടുപോകും. അതുകൊണ്ടാണ് യു നീഡ് ടു ഹാവ് എ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, പിതാവേ, അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി എൻ്റെ മേൽ ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ തരുവാൻ അങ്ങനെ സഹായിക്കണം. മൂന്നാമത്തെ കാര്യം പൗലോസ് അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, നമുക്കൊരു പ്രത്യാശയുണ്ട്. ദൈവവചനം ഇങ്ങനെ പറയുന്നത്, കണ്ണ് ചിമ്മും നേരത്ത് കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഈ ശരീരം വിട്ട് ഞാൻ പോകും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ.
സുവിശേഷം കേട്ടപ്പോൾ സുവിശേഷം കേൾക്കുന്ന മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? ഈ ഭൂമിയിൽ എനിക്കൊന്നും ലഭിച്ചില്ലെങ്കിലും, ഈ ഭൂമിയിൽ എനിക്ക് ചിലതൊക്കെ നഷ്ടപ്പെട്ടാലും എൻ്റെ നാഥനെ ഞാൻ മുഖത്തോട് മുഖം കാണുന്ന നാളുണ്ട്. ഹല്ലേലൂയ. ആ കാണുന്ന നാളിനു വേണ്ടി ഞാൻ ഒരുങ്ങി ജീവിക്കുന്നവനായിരിക്കണം. ഞാനും നിങ്ങളും കേട്ട സുവിശേഷം, ആ സത്യവചനം നിങ്ങളിൽ ക്രിയ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം നിത്യതയെ ലക്ഷ്യം വെക്കുന്നൊരു ജീവിതമായിരിക്കും. ഒന്ന് യോഹന്നാൻ ഇങ്ങനെ പറയുന്നത്, നമ്മളെങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയത്തില്ല, എങ്കിലും തന്നെ താൻ ശുദ്ധീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കും. മറ്റൊരർത്ഥത്തിൽ ദൈവമക്കളെ, നമ്മുടെ അകത്ത് ഈ വലിയ പ്രത്യാശയുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമ്മൾ നമ്മുടെ ജീവിതത്തെ എപ്പോഴും ക്രമീകരിച്ചു ജീവിക്കും. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ പ്രാർത്ഥന ഇതാണ്. ഈ വർഷം നമ്മൾ അവസാനിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇതാകട്ടെ, പിതാവേ, നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാൻ എൻ്റെ മേലൊരു കൃപ തരണം. ആമേൻ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.